ഏവർക്കും ഐതിഹ്യ കഥകളിലേക്ക് സ്വാഗതം. ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണി രചിച്ച ഐതിഹ്യമാലയിലെ പറയിപെറ്റ് പന്തിരുകുലം എന്ന കഥയാണ് നമ്മൾ 2-3 ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ വരരുചിയുടെയും അഗ്നിഹോത്രികളുടെയും നാറാണത്ത് ഭ്രാന്തൻ്റെയും അകവൂർ ചാത്തൻ്റെയും കഥകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കേട്ടിട്ടില്ലാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മളിനി പറയുന്നത് പെരുന്തച്ഛൻ്റെയും പാക്കനാരുടെയും കഥയാണ്. അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം. ഉളിയന്നൂർ പെരുന്തച്ഛനും അനേകം അത്ഭുത കർമ്മങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. സ്വദേശത്ത് തന്നെ ഒരു ക്ഷേത്രത്തിലെ ഉപയോഗത്തിലേക്കായി അവിടുത്തെ ഊരാൺമക്കാർ പറഞ്ഞിട്ട് ഒരു കുളം പെരുന്തച്ഛൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കുളം കുഴിച്ച് കല്ല് കെട്ടി തുടങ്ങിയപ്പോൾ ഊരാൺമക്കാരിൽ ചിലർ കുളം നീളത്തിലിരിക്കണമെന്നും ചിലർ ചതുരത്തിൽ വേണമെന്നും മറ്റു ചിലർ വട്ടത്തിൽ വേണമെന്നും മറ്റും തർക്കമായി. അപ്പോൾ പെരുന്തച്ഛൻ, നിങ്ങളാരും വഴക്ക് പിടിക്കേണ്ട, എല്ലാവരുടെയും ഇഷ്ടപ്രകാരം കുളം വട്ടത്തിൽ നീളത്തിൽ സമചതുരമായി ത്രികോണായിട്ട് കോഴിമുട്ട ഭാഷയിൽ ഉണ്ടാക്കിയേക്കാം, എന്നാൽ പോരെ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കുളവും കെട്ടിത്തീർത്തു. ആ കുളത്തിൻ്റെ ഓരോരോ ഭാഗത്ത് നിന്ന് നോക്കിയാൽ പെരുന്തച്ഛൻ പറഞ്ഞതുപോലെ ഒക്കെയും തോന്നും. കുളത്തിലിറങ്ങിയാൽ ഇപ്പോഴും ആർക്കും കിഴക്ക് പടിഞ്ഞാറ് അറിയാൻ പാടില്ലാതെയാണ് ഇരിക്കുന്നത്. അതിനാൽ ബ്രാഹ്മണർ ആ കുളത്തിൽ കുളിച്ച് നിത്യകർമ്മം കഴിക്കാറില്ല. പെരുന്തച്ഛന് അതിദിവ്യനായ ഒരു പുത്രനും ഉണ്ടായിരുന്നു. ഈ കുളം പെരുന്തച്ഛൻ കുഴിച്ചപ്പോൾ മകൻ പുഴ കടന്ന് ഈ കുളത്തിലേക്ക് വല്ലവരും പോകുമോ എന്ന് ചോദിച്ചു. അന്ന് കുളം ക്ഷേത്രത്തിനടുത്തും പുഴ വളരെ അകന്നുമായതിനാൽ ഇതെന്താടാ ഈ ഭ്രാന്ത് പറയുന്നത്, പുഴ എത്ര ദൂരെ കിടക്കുന്നു എന്ന് പെരുന്തച്ഛൻ പറഞ്ഞു. ആട്ടെ, കാണാം എന്ന് മകനും പറഞ്ഞു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ദൂരെ കൂടി ഒഴുകിക്കൊണ്ടിരുന്ന നദി കുത്തിപ്പാഞ്ഞ് അമ്പലത്തിൻ്റെയും കുളത്തിൻ്റെയും മധ്യേ ഒഴുകിത്തുടങ്ങി. അപ്പോൾ അമ്പലം ഇക്കരയും കുളം അക്കരയുമായി തീർന്നു. ആറ് കടന്ന് ആരും കുളത്തിലേക്ക് പോകാതെയുമായി. ഇപ്പോഴും ആ സ്ഥിതിയിൽ തന്നെ ഇരിക്കുന്നു. പിന്നെ പെരുന്തച്ഛൻ ഒരു നദിയിൽ ഒരു പാലം പണിതു. അതിനും കുറേ ദിവ്യത്വമുണ്ട്. പാലത്തിൻ്റെ ഒരറ്റത്ത് ഒരു പാവയുണ്ട്. മറ്റേ അറ്റത്ത് ആള് കയറുമ്പോൾ പാവ കീഴ്പോട്ട് താണു തുടങ്ങും. ആൾ പാലത്തിൻ്റെ മധ്യത്തിലാവുമ്പോൾ പാവ വെള്ളത്തിൽ മുങ്ങും. അങ്ങേ അറ്റത്ത് ചെല്ലുമ്പോഴേക്കും പാവ വായിൽ വെള്ളവും നിറച്ചുകൊണ്ട് പൂർവ്വസ്ഥിതിയിൽ മുകളിൽ വന്ന് നിൽക്കും. ആളടുത്ത് ചെല്ലുമ്പോൾ ചെല്ലുന്ന ആളുടെ മുഖത്ത് ഒരു തുപ്പും കൊടുക്കും. ഇങ്ങനെയാണ് അതിൻ്റെ സൂത്രം. ഇത് പെരുന്തച്ഛൻ്റെ മകൻ കണ്ടിട്ട് വേറൊരു പാവയെ ഉണ്ടാക്കി പാലത്തിൻ്റെ ഇങ്ങേ അറ്റത്തും വെച്ചു. ആ പാവ പാലത്തിന്മേൽ ആൾ കയറുമ്പോൾ മുന്നേ നടന്നു തുടങ്ങും. ആളുകൾ അങ്ങേ അറ്റത്ത് ചെല്ലുന്നതിന് മുമ്പേ അവിടെ എത്തും. മറ്റേ പാവ തുപ്പുന്നതിന് മുമ്പേ അതിൻ്റെ ചെകിട്ടത്ത് ഈ പാവ ഒരടി വെച്ച് കൊടുക്കും. അപ്പോൾ ആ തുപ്പുന്ന പാവയുടെ മുഖം തിരിഞ്ഞു പോകുന്നതിനാൽ ആരുടെയും മുഖത്ത് തുപ്പാനൊക്കാതെയുമായി. പെരുന്തച്ഛൻ ഒരിക്കൽ ഒരു വഴിയാത്ര പോകുമ്പോൾ ഒരു ദിക്കിൽ ചില ആശാരിമാർ കൂടി ഒരമ്പലം പണിയുന്നത് കണ്ട് അവിടെ ചെന്ന് നോക്കിക്കൊണ്ടിരുന്നു. ആശാരിമാരാരും പെരുന്തച്ഛനെ ബഹുമാനിക്കുകയും കണ്ടതായി നടിക്കുക പോലും ചെയ്തില്ല. അവർക്ക് ഊണുകാലമായപ്പോൾ പെരുന്തച്ഛനെ വിളിക്കാതെ പോവുകയും ചെയ്തു. ഉടനെ ശ്രീകോവിലിനുള്ള കഴുക്കോലിൻ്റെ അറ്റത്തൊക്കെ ഓരോ വര കൂടി വരച്ചു വെച്ച് പെരുന്തച്ഛനും പോയി. ആശാരിമാർ ഊണ് കഴിഞ്ഞ് വന്ന് പണി തുടങ്ങി. പെരുന്തച്ഛൻ വരച്ച വര അവിടുത്തെ കണക്കാശാരി വരച്ചതാണെന്ന് വിചാരിച്ച് അവിടെ വെച്ച് മുറിച്ച് കഴുക്കോലെല്ലാം പണി തീർത്ത് കൂട്ടുകയറ്റിയപ്പോൾ കഴുക്കോലിന് നീളം പോരായകയാൽ കൂടം പിടിക്കയില്ല. കണക്കനും പണിക്കാരനും കൂടി പഠിച്ച വിദ്യയുമെല്ലാം എടുത്തിട്ടും കൂടം പിടിച്ചില്ല. ഈ അബദ്ധം എങ്ങനെ വന്നു എന്നറിയാതെ എല്ലാവരും വളരെ വ്യസനിച്ചു. ഒടുക്കം കഴുക്കോലുകൾ മാറ്റണമെന്ന് തന്നെ തീർച്ചപ്പെടുത്തി. ശ്രീകോവിലിൻ്റെ കൂട്ടുകയറ്റിയ വിധത്തിൽ തന്നെ കൂടം പിടിക്കാതെ ആ നിലയിൽ വെച്ച് തന്നെ വേറെ പണികൾ തുടങ്ങി. പെരുന്തച്ഛൻ പോയി ആരും അറിയാതെ കുറേ കടുംതുടികൾ ഉണ്ടാക്കിക്കൊണ്ട് പുറപ്പെട്ടു. യാത്രയായപ്പോൾ എങ്ങോട്ടാ യാത്ര എന്ന് മകൻ ചോദിച്ചു. ഒന്നും മിണ്ടാതെ പെരുന്തച്ഛൻ പോയി. പിന്നാലെ മകനും പുറപ്പെട്ടു. ഒരു ദിവസം ഉച്ചയായപ്പോൾ ഈ അമ്പലം പണിയുന്ന സ്ഥലത്ത് വന്നു. അപ്പോൾ ആശാരിമാരെല്ലാം ഉണ്ണാൻ പോയിരിക്കുകയായിരുന്നു. അവിടെ ആരുമില്ലെന്ന് മനസ്സിലായപ്പോൾ പെരുന്തച്ഛൻ ശ്രീകോവിലിന് മുകളിൽ കയറി ഈ കടുംതുടികളെല്ലാം വെച്ചിണക്കി ഒരടി കൊടുത്തു. പെട്ടെന്ന് കൂടം പിടിക്കുകയും ചെയ്തു. അപ്പോഴേക്കും മകനും അവിടെ എത്തി. ഉടനെ പെരുന്തച്ഛൻ, കണ്ടോടാ മോനെ കൂടം പിടിച്ചത് എന്ന് ചോദിച്ചു. ഓ, കാണുകയും ചെയ്തു, പഠിക്കുകയും ചെയ്തു എന്ന് മകൻ ഉത്തരവും പറഞ്ഞു. ഇങ്ങനെ പല വിധത്തിലും മകൻ അസാമാന്യനാണെന്ന് അറിഞ്ഞപ്പോൾ തൻ്റെ ആദ്യ പുത്രനാണെങ്കിലും പെരുന്തച്ഛന് അവനെക്കുറിച്ച് സഹിക്കവയ്യാതെയുള്ള അസൂയയും വൈര്യവും ഉണ്ടായി. ഇവൻ ജീവിച്ചിരുന്നാൽ തൻ്റെ യശസ്സിന് ഹാനി ഭവിക്കുമെന്നും അതിനാൽ ഏതുവിധവും ഇവൻ്റെ കഥ കഴിക്കണമെന്നും പെരുന്തച്ഛൻ തീർച്ചയായി മനസ്സിലുറച്ചു. കൂടം പിടിച്ച ശബ്ദം കേട്ട് ആശാരിമാരെല്ലാം ഓടി വന്ന് നോക്കിയപ്പോൾ കൂടം പിടിച്ചിരിക്കുന്നതായി കണ്ടു.
അപ്പോൾ ഇതെല്ലാം പെരുന്തച്ഛൻ്റെ കൗശലങ്ങളാണെന്ന് മനസ്സിലാവുകയാൽ ആശാരിമാരെല്ലാം പെരുന്തച്ഛനെയും മകനെയും വന്നിച്ചു ബഹുമാനിച്ചു. അന്നു മുതൽ പെരുന്തച്ഛനെയും മകനെയും കൂടി പണിക്ക് പ്രധാനന്മാരായി ചേർക്കുകയും അവർ കൂടി പണി തുടങ്ങുകയും ചെയ്തു. അക്കാലം മുതൽ ആശാരിമാർ പണിതുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് മറ്റാശാരിമാർ വന്നാൽ അവർക്ക് കൂടി ചോറ് കൊടുക്കാതെ അവർ ഉണ്ണുകയില്ലെന്ന് ഒരേർപ്പാടും വെച്ചു. പിന്നെ അവിടെ പണിതുകൊണ്ടിരിക്കുന്ന കാലത്ത് പെരുന്തച്ഛൻ അമ്പലത്തിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് താഴെ കുനിഞ്ഞിരുന്ന് പണിയുന്ന മകന്റെ കഴുത്തിലേക്ക് ഒരു വലിയ ഉളി കൈമോശം വന്നുപോയി എന്ന ഭാവത്തിലിട്ടു. ഉളി വന്നു വീണ് കഴുത്ത് രണ്ടായി മുറിഞ്ഞ് മകൻ മരിക്കുകയും ചെയ്തു. ഈ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത് തിരുവല്ലയിൽ വെച്ചാണെന്നാണ് കേട്ടിരിക്കുന്നത്. പെരുന്തച്ഛന്റെ സ്വദേശത്തുള്ള നമ്പൂരിമാരുടെ ആവശ്യപ്രകാരം അവിടെയും ഒരമ്പലം പണിതിട്ടുണ്ട്. അവിടെ സോപാനത്തിങ്കിൽ നിന്ന് ശ്രീകോവിലകത്തേക്ക് കയറുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തലമുട്ടുമെന്ന് തോന്നും. സാധാരണയായി കയറുകയും ഇറങ്ങുകയും ചെയ്താൽ തലമുട്ടുകയുമില്ല. തലമുട്ടിയേക്കുമെന്നുള്ള സംശയിച്ച് നിൽക്കുകയോ കുനിയുകയോ ചെയ്താൽ തലമുട്ടുകയും ചെയ്യും. അങ്ങനെ ഒരു വിദ്യയുണ്ട്. അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ബിംബവും പെരുന്തച്ഛനുണ്ടാക്കിയതാണ്. നമ്പൂരിമാരെല്ലാവരും കൂടി ഒരു ബിംബമുണ്ടാക്കി കൊടുക്കണമെന്ന് പെരുന്തച്ഛനോട് പറഞ്ഞു. അങ്ങനെയാവാമെന്ന് പെരുന്തച്ഛനും സമ്മതിച്ചു. ഏത് മൂർത്തിയുടെ വിഗ്രഹമാണ് വേണ്ടതെന്ന് നമ്പൂരിമാർ പറഞ്ഞതുമില്ല, പെരുന്തച്ഛൻ ചോദിച്ചതുമില്ല. തമ്മിൽ പിരിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പെരുന്തച്ഛൻ അതിനെക്കുറിച്ച് വിചാരിച്ചത്. എല്ലാവരും അത്താഴം കഴിഞ്ഞ് കിടക്കുന്ന സമയം അവരവരുടെ ഇഷ്ടദേവതമാരുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുമല്ലോ. അതിനാൽ നമ്പൂരിമാർ കിടക്കുന്ന സമയം എന്തു പറയുന്നു എന്നറിയണം. അതറിഞ്ഞാൽ അവരുടെ ഇഷ്ടദേവതയുടെ വിഗ്രഹം ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്നിങ്ങനെ വിചാരിച്ച് പെരുന്തച്ഛൻ പല ദിവസമായി നമ്പൂരിമാർ കിടക്കുന്ന സമയത്ത് അവിടെയൊക്കെ പോയി ഒളിച്ചു നിന്നു. അവരെല്ലാം കിടക്കുന്ന സമയത്ത് അവിടെ കിട എന്നും പറഞ്ഞുകൊണ്ടാണ് കിടക്കുക പതിവ്. അല്ലാതെ ഈശ്വരനാമം ഒന്നും പറയുക പതിവില്ല. ഒടുക്കം പെരുന്തച്ഛൻ എന്നാൽ ഇവിടെ കിട എന്നും പറഞ്ഞ് ഒരു ബിംബം ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ ഒരു ബിംബം ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്. മൂർത്തി എന്താണെന്ന് ആർക്കും നിശ്ചയവുമില്ല. പെരുന്തച്ഛൻ ഒരു ദിവസം രാവിലെ അഗ്നിഹോത്രിയെ കാണാനായി അദ്ദേഹത്തിൻ്റെ ഇല്ലത്ത് ചെന്നിരുന്നു. പെരുന്തച്ഛനും മറ്റും അഗ്നിഹോത്രിയുടെ ഇല്ലത്ത് ചെന്നാൽ ശ്രാദ്ധം മൂട്ടേണ്ടുന്ന ദിവസങ്ങളിലല്ലാതെ അകത്ത് കടക്കാറില്ല. മറ്റുള്ള ദിവസങ്ങളിൽ അവിടെ ചെന്നാൽ യഥാക്രമം പുറത്ത് നിൽക്കുകയേ പതിവുള്ളൂ. അതിനാൽ പെരുന്തച്ഛൻ അന്ന് ചെന്നിട്ട് പടിക്ക് പുറത്താണ് നിന്നത്. അവിടെ നിന്നുകൊണ്ട് അഗ്നിഹോത്രി അപ്പോൾ എന്ത് ചെയ്യുകയാണെന്ന് അന്വേഷിച്ചു. അപ്പോൾ അദ്ദേഹം സഹസ്രാവൃത്തി കഴിക്കുകയാണെന്ന് ഭൃത്യന്മാർ പറഞ്ഞു. ഉടനെ പെരുന്തച്ഛൻ അവിടെ ഇരുന്ന് നിലത്ത് ചെറുതായിട്ട് ഒരു കുഴി കുഴിച്ചു. പെരുന്തച്ഛൻ പിന്നെ അന്വേഷിച്ചപ്പോൾ അഗ്നിഹോത്രി ആദിത്യ നമസ്കാരത്തിലായിരുന്നു. അപ്പോഴും പെരുന്തച്ഛൻ ഒരു കുഴി കുഴിച്ചു. പിന്നെ അന്വേഷിച്ചപ്പോൾ അഗ്നിഹോത്രി ഗണപതി ഹോമമായിരുന്നു. പെരുന്തച്ഛൻ അപ്പോഴും ഒരു കുഴി കുഴിച്ചു. ഇങ്ങനെ പെരുന്തച്ഛൻ അന്വേഷിച്ചപ്പോഴൊക്കെ അഗ്നിഹോത്രി വിഷ്ണുപൂജ, ശിവപൂജ, സാളഗ്രാമ പുഷ്പാഞ്ജലി, വൈശ്യം മുതലായി ഓരോന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴെല്ലാം പെരുന്തച്ഛൻ ഓരോ കുഴി കുഴിക്കുകയും ചെയ്തു. നേരം ഉച്ചയായപ്പോഴേക്കും അഗ്നിഹോത്രി പുറത്തു വന്നു. അപ്പോൾ പെരുന്തച്ഛൻ തേവാരമെല്ലാം കഴിഞ്ഞോ എന്ന് ചോദിച്ചു. ഓ, ഏകദേശം എല്ലാം കഴിഞ്ഞു. പെരുന്തച്ഛൻ വന്നിട്ട് വളരെ നേരമായി അല്ലേ? ഇരുന്ന് മുഷിഞ്ഞായിരിക്കും, അഗ്നിഹോത്രി ചോദിച്ചു. പെരുന്തച്ഛൻ പറഞ്ഞു, ഒട്ടും മുഷിഞ്ഞില്ല. എനിക്കും ഇവിടെ മെനക്കേടുണ്ടായില്ല. ഇവിടെ ഞാൻ അനേകം കുഴികൾ കുഴിച്ചു, പക്ഷെ ഒന്നിലും വെള്ളം കണ്ടില്ല. ഇത്രയും നേരം കൊണ്ട് അനേകം കുഴികൾ കുഴിക്കാതെ ഒരു കുഴി കുഴിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ വെള്ളം കാണുമായിരുന്നു. ഇത് കേട്ടപ്പോൾ പെരുന്തച്ഛൻ തന്നെ ആക്ഷേപിക്കുകയാണ് ചെയ്തതെന്നും പെരുന്തച്ഛൻ പറഞ്ഞതിൻ്റെ സാരം അനേകം ഈശ്വരന്മാരെ കുറേശ്ശെ സേവിക്കുന്നത് വെറുതെയാണെന്നും ഒരു ഈശ്വരനെ സേവിച്ചാൽ മതിയെന്നും അത് നല്ലതുപോലെ ആയാൽ ഫലസിദ്ധി ഉണ്ടാകുമെന്നാണെന്നും ഇത് തൻ്റെ തേവാരത്തെ സംബന്ധിച്ച് പറഞ്ഞതാണെന്നും അഗ്നിഹോത്രിക്ക് മനസ്സിലാവുകയാൽ അദ്ദേഹം പല കുഴികളായാലും അവ പതിവായി കുറേശ്ശെ കുഴിച്ചുകൊണ്ടിരുന്നാൽ കുറച്ചു കാലം കഴിയുമ്പോൾ എല്ലാത്തിലും വെള്ളം കാണുമെന്നാണ് തോന്നിയത്. എന്നാൽ അവയുടെ അടിയിലുള്ള ഉറവകൾക്ക് പരസ്പര ബന്ധമുണ്ടായിരിക്കുന്നത് കൊണ്ട് എല്ലാത്തിൻ്റെയും ചൂട് ഒന്ന് തന്നെയാണെന്ന് വിചാരിക്കാവുന്നതുമാണ് എന്ന് മറുപടി പറഞ്ഞു. ചൂടെല്ലാത്തിനും ഒന്നാണെന്നുള്ള ഓർമ്മ വിട്ടുപോകാതെ ഇരുന്നാൽ മതി. പിന്നെ എത്ര വേണമെങ്കിലും കുഴിക്കാം. എല്ലാത്തിലും വെള്ളവും കാണും, പെരുന്തച്ഛൻ പറഞ്ഞു. ഇങ്ങനെ ഒടുക്കം പെരുന്തച്ഛൻ അഗ്നിഹോത്രിയുടെ യുക്തി ശരിയാണെന്ന് സമ്മതിക്കുകയും പിന്നെ വന്ന കാര്യം പറഞ്ഞു പോവുകയും ചെയ്തു. ഇനി പ്രസിദ്ധനായ പാക്കനാരുടെ ചില കഥകൾ കൂടി പറയാതെ ഉപന്യാസം സമാപിക്കുന്നത് ശരിയല്ലെന്ന് തോന്നുകയാൽ അത് ചിലത് പറയാം. പറയനായ പാക്കനാരുടെ ഉപജീവനവും മറ്റും മുറം വിറ്റാണെന്നാണ് വെച്ചിരിക്കുന്നത്. കുലാചാര പ്രകാരമുള്ള പ്രവൃത്തി കൊണ്ട് ഉപജീവിക്കുന്നതാണ് ശ്രേഷ്ഠമെന്ന് കാണിക്കാനായിരിക്കും അങ്ങനെ വെച്ചിരിക്കുന്നത്.
മാതാപിതാക്കളുടെ ചാത്തം മുട്ടാനായി അഗ്നിഹോത്രികളുടെ ഭവനത്തിൽ ചെല്ലുമ്പോൾ 10 പേരും ഓരോ വിശിഷ്ട പദാർത്ഥങ്ങൾ കൊണ്ടു ചെല്ലുക പതിവുണ്ട്. പാക്കനാർ മാംസമാണ് കൊണ്ടു ചെല്ലുക പതിവ്. അത് അഗ്നിഹോത്രികളുടെ അന്തർജനത്തിനും ചാത്തക്കാർക്കും വളരെ വ്യസനമാണ്. എങ്കിലും പാക്കനാരുടെ ദിവ്യത്വം വിചാരിച്ച് ആരുമൊന്നും പറയുകയുമില്ല. കൊണ്ടു ചെല്ലുന്നതെല്ലാം അന്തർജനം പാകം ചെയ്യുകയും ചാത്തക്കാർ ഭക്ഷിക്കുകയുമാണ് പതിവ്. ഒരിക്കൽ പാക്കനാർ ചെന്നപ്പോൾ ഒരു പശുവിൻ്റെ അകിട് ചെത്തിയെടുത്ത് ഒരിലയിൽ പൊതിഞ്ഞു കെട്ടി കൊണ്ടുവന്നു. ബലിക്ക് വേണ്ടുന്ന സാധനങ്ങൾ വെപ്പ് തുടങ്ങിയപ്പോൾ അന്തർജനം ഈ പൊതി അഴിച്ചു നോക്കി. പശുവിൻ്റെ അകിടാണെന്നറിഞ്ഞപ്പോൾ എന്തായാലും ഇത് പാകം ചെയ്യുവാൻ കഴിയില്ലെന്ന് നിശ്ചയിച്ച് അതങ്ങനെ തന്നെ പൊതിഞ്ഞു കെട്ടി നടുമുറ്റത്ത് കൊണ്ടുപോയി കുഴിച്ചിട്ടു. ചാത്തക്കാരനെ ഇരുത്തി ബലിയും തുടങ്ങി. ചാത്തക്കാരന് ഓരോ സാധനങ്ങൾ വിളമ്പി തുടങ്ങിയപ്പോൾ പാക്കനാര് കൊണ്ടുവന്ന സാധനം കൊണ്ടുള്ള കറികളൊന്നും കാണായികയാൽ ഞാൻ കൊണ്ടുവന്നതെവിടെ എന്ന് പാക്കനാര് ചോദിച്ചു. അന്തർജനം ഒന്നും പറയാതെ നിന്നതിനാൽ സത്യം പറയാനായി അഗ്നിഹോത്രികൾ നിർബന്ധിക്കുകയും അന്തർജനം പരമാർത്ഥമൊക്കെ പറയുകയും ചെയ്തു. അപ്പോൾ പാക്കനാർ എന്നാൽ അത് കിളിർത്തോ എന്ന് നോക്കൂ എന്ന് പറഞ്ഞു. അന്തർജനം ചെന്ന് നോക്കിയപ്പോൾ അത് കിളിർത്ത് അവിടെയൊക്കെ പടർന്ന് നിറച്ച് കായുമായി കിടക്കുന്നത് കണ്ടു. വിവരം പറഞ്ഞപ്പോൾ അതിൻ്റെ കായ് പറിച്ച് ഒരു ഉപ്പേരിയെങ്കിലും ഉണ്ടാക്കിക്കൊണ്ടുവരൂ എന്ന് പാക്കനാർ പറഞ്ഞു. ചാത്തക്കാരൻ്റെ ഊണ് കഴിയുന്നതിന് മുമ്പേ അതിൻ്റെ കായ്കൾ കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കിക്കൊണ്ടുവന്ന് വിളമ്പി. അങ്ങനെ ഉണ്ടായതാണ് കോവല്. കോവൽക്ക ഇപ്പോഴും ബലിക്ക് പ്രധാനമാണല്ലോ. കോവലും കോഴിയുമുള്ള സ്ഥലത്ത് ബലിയിടണമെന്നില്ല എന്നൊരു വാക്കും പ്രസിദ്ധമാണ്. കോവലുള്ള ദിക്കിൽ ബലിയിട്ടില്ലെങ്കിലും പിതൃക്കൾ പ്രസാദിച്ചു കൊള്ളുമെന്നും കോഴിയുള്ള ദിക്കിൽ ശുദ്ധമായിട്ട് ബലിയിടാൻ പ്രയാസമാകിയാൽ ബലിയിട്ടത് കൊണ്ട് വിശേഷമൊന്നുമില്ലെന്നാണ് ഇതിൻ്റെ സാരം. ഇതിൽ നിന്ന് പാക്കനാരുടെയും കോവലിൻ്റെയും മഹാത്മ്യം എത്രയുണ്ടെന്ന് സ്പഷ്ടമാകുന്നുണ്ടല്ലോ. ഒരു ദിവസം പാക്കനാരും ഭാര്യയും കൂടി കാട്ടിൽ വിറകൊടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അതിനടുത്തുള്ള വഴിയിൽ കൂടി ഒരു നമ്പൂരി വന്നു. അദ്ദേഹം ഇവരെ കണ്ട് വഴിമാറാൻ പറഞ്ഞു. അപ്പോൾ പാക്കനാരുടെ ഭാര്യ നമ്പൂരി കേൾക്കാതെ വളരെ പതുക്കെ, മകളെ ഭാര്യയാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ഇയാൾക്ക് എന്തിനാണ് വഴിമാറി കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ പാക്കനാര് ഛി അങ്ങനെ പറയരുത്, ഒരട്ട ശേഷിച്ചിട്ടുണ്ടായിരുന്നു, അത് നിനക്കുമായി എന്ന് പറഞ്ഞു. രണ്ടുപേരും വഴിമാറി കൊടുക്കുകയും നമ്പൂരി കടന്നു പോവുകയും ചെയ്തതിന് ശേഷം പാക്കനാരുടെ ഭാര്യ ഒരട്ടയുണ്ടെന്ന് പറഞ്ഞതിൻ്റെ സാരമെന്താണ്, അതെനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. ഉടനെ പാക്കനാർ അത് പറയാം കേട്ടോളൂ എന്ന് പറഞ്ഞിട്ട് ഈ നമ്പൂതിരിയുടെ അന്തർജനം ഒരു ദിവസം അത്താഴത്തിന് അരി വെച്ചതിൽ ഒരട്ട വീണു. ഉടനെ ആ വിവരം അന്തർജനം നമ്പൂരിയോട് പറഞ്ഞു. ഇദ്ദേഹം ആ ചോറ് ഭൃത്യന്മാർക്ക് കൊടുക്കുന്നതിന് ചട്ടം കിട്ടി. അന്തർജനം അപ്രകാരം ചെയ്യുകയും ചെയ്തു. ആ അട്ട വീണ ചോറ് ഭൃത്യന്മാർക്ക് കൊടുപ്പിച്ചതിനാലുള്ള പാപഫലത്തെ ഇദ്ദേഹത്തെ അനുഭവിപ്പിക്കുന്നതിനായി പരലോകത്തിൽ ഒരു കുന്നട്ടയെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം മരിച്ച് അവിടെ ചെല്ലുമ്പോൾ ആ അട്ടയെ മുഴുവനും ഇദ്ദേഹത്തെ കൊണ്ട് തീറ്റിക്കണമെന്നാണ് യമധർമ്മരാജാവ് നിശ്ചയിച്ചിരുന്നത്. ആ വിവരം ചിത്രഗുപ്തന് മനസ്സിലായി. ഈ നമ്പൂരി ദിവസം തോറും അത്താഴം കഴിഞ്ഞ് കിടക്കുന്ന സമയം ചിത്രഗുപ്തായ നമ എന്ന് പറഞ്ഞുകൊണ്ടാണ് കിടക്കുക പതിവ്. അതിനാൽ ചിത്രഗുപ്തൻ ഈ നമ്പൂരി ദിവസം തോറും എന്നെ പ്രാർത്ഥിച്ചുകൊണ്ടാണല്ലോ കിടക്കുന്നത്. അദ്ദേഹത്തിന് ഞാൻ എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കാതിരുന്നാൽ കഷ്ടമാണ്. അദ്ദേഹം മരിച്ചിവിടെ വരുമ്പോൾ ഈ അട്ടകളെയൊക്കെ തിന്നേണ്ടതായും വന്നിരിക്കുന്നു. അതിനാൽ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് ഈ വിവരം ധരിപ്പിക്കുകയും ഇതിനൊരു പ്രതിവിധി പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം എന്ന് വിചാരിച്ച് നിശ്ചയിച്ചു. ഉടനെ ചിത്രഗുപ്തൻ പ്രത്യക്ഷമായി നമ്പൂരിയുടെ അടുക്കൽ ചെന്നു. ചിത്രഗുപ്തനെ കണ്ടപ്പോൾ ഒരു സാധാരണ മനുഷ്യനല്ലെന്ന് തോന്നുകയാൽ നമ്പൂരി എണീറ്റ് വന്നിച്ച്, അല്ലയോ സ്വാമിൻ, അവിടുന്ന് ആരാണെന്നും ഇവിടെ വന്നത് എന്തിനാണെന്നും എനിക്കറിയില്ല. അതിനാൽ അവിടുന്ന് അരുളി ചെയ്താലും എന്ന് പറഞ്ഞു. ചിത്രഗുപ്തൻ പറഞ്ഞു, ഞാൻ ചിത്രഗുപ്തനാണ്. അങ്ങ് പ്രതിദിനം കിടക്കുന്ന സമയം എന്നെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അങ്ങേക്ക് വലുതായിരിക്കുന്ന ഒരു കഷ്ടം സംഭവിക്കാനിരിക്കുന്നു. അതറിയിക്കാനാണ് ഇപ്പോൾ ഞാനിവിടെ വന്നത്. നമ്പൂരി വീണ്ടും വന്നിച്ചിട്ട്, അയ്യോ എന്താണാവോ, അവിടുന്ന് അരുളി ചെയ്ത് കേൾപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. ചിത്രഗുപ്തൻ പറഞ്ഞു, അങ്ങ് ഒരു ദിവസം അട്ട വീണ ചോറ് ഭൃത്യന്മാർക്ക് കൊടുപ്പിച്ചുവല്ലോ. അതിനാൽ അങ്ങ് മരിച്ച് പരലോകത്ത് വരുമ്പോൾ തീറ്റാനായിട്ട് അവിടെ ഒരു കുന്നട്ടയെ കൂട്ടിയിട്ടുണ്ട്. തക്കതായ പ്രതിവിധി എന്തെങ്കിലും ചെയ്യാത്ത പക്ഷം ആ അട്ടയെല്ലാം അങ്ങ് തിന്നേണ്ടതായി വരും. അവരവർ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലം അവരവർ അനുഭവിക്കാതെ നിവൃത്തിയില്ല. ഈ സംഗതിയിൽ ഞാൻ വിചാരിച്ചാലും അപ്പോൾ ഒരു സഹായവും ചെയ്യാൻ കഴിയുന്നതല്ല. അതിനാലാണ് മുൻകൂട്ടി അറിയിച്ചത്. ഇത് കേട്ട നമ്പൂരി, അയ്യോ സ്വാമിൻ, ഞാൻ എന്ത് വേണ്ടു? എൻ്റെ അറിവില്ലായ്മ കൊണ്ട് അങ്ങനെ ചെയ്തു പോയി. ഇനി അതിനെന്ത് പ്രതിവിധിയാണ് ചെയ്യേണ്ടത്?
അതും അവിടുന്ന് തന്നെ പറഞ്ഞു തരണം, അല്ലാതെ എനിക്കൊന്നും അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. ആട്ടെ, ഞാനൊരു കാര്യം പറയാം, അപ്രകാരം ചെയ്താൽ മതി. അങ്ങയുടെ പുത്രിയും യൗവനയുക്തയുമായ ഒരു കന്യക ഇവിടെയുണ്ടല്ലോ. ഇനി കുറച്ചു കാലം കൂടി കഴിഞ്ഞിട്ട് ആ കന്യകയെ വിവാഹം കഴിച്ചു കൊടുക്കാവൂ. നാളെ മുതൽ അങ്ങയുടെ ശുശ്രൂഷകളെല്ലാം ആ കന്യകയെ കൊണ്ട് ചെയ്യിക്കണം. എന്നാൽ മതി. ഈ സംഗതിയൊന്നും ആരോടും പറയുകയും വരുത് എന്ന് ചിത്രഗുപ്തൻ പറഞ്ഞു. ഇപ്രകാരം പറഞ്ഞ ഉടനെ ചിത്രഗുപ്തൻ മറയുകയും ചെയ്തു. ഈ പറഞ്ഞതുപോലെ പിറ്റേ ദിവസം മുതൽ പല്ല് തേക്കാനുള്ളത് ഉണ്ടാക്കി കൊടുക്കുക, മുറുക്കാനുണ്ടാക്കി കൊടുക്കുക, ചോറ് വിളമ്പി കൊടുക്കുക, കിടക്കാൻ വിരിച്ചു കൊടുക്കുക മുതലായ സകല പ്രവൃത്തികളും നമ്പൂരി തൻ്റെ പുത്രിയെ കൊണ്ട് ചെയ്യിച്ചു തുടങ്ങി. ഈ വക പ്രവൃത്തികൾ മറ്റാരും ചെയ്യുവാൻ നമ്പൂരി സമ്മതിക്കുകയില്ല. പുത്രിയെക്കുറിച്ച് പതിവിലധികം സ്നേഹവും ഭാവിച്ചു തുടങ്ങി. ഇങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ജനങ്ങൾക്ക് കുറേശ്ശെ ദുശ്ശങ്ക തുടങ്ങി. ആളുകൾ അങ്ങുമിങ്ങും കുറേശ്ശെ കുശുകുശുത്തും തുടങ്ങി. എന്തിനു വളരെ പറയുന്നു, കുറഞ്ഞൊരു ദിവസം കൊണ്ട് നീ പറഞ്ഞതുപോലെ പരക്കെ എല്ലാവരും പറഞ്ഞു തുടങ്ങി. തൻ്റെ പുത്രിയെക്കുറിച്ച് ക്രമവിരോധമായ യാതൊരു വിചാരവും ആഗ്രഹവും നമ്പൂരിയുടെ മനസ്സിലുണ്ടായിട്ടുമില്ല. വെറുതെ ഈ ശുദ്ധ ബ്രാഹ്മണനെക്കുറിച്ച് ദോഷാരോപണം ചെയ്യുന്നവർക്കായി പരലോകത്തിൽ കൂട്ടിയിട്ടിരുന്ന അട്ടകളെ അവിടെ വീതിച്ചു തുടങ്ങി. അങ്ങനെ ഓരോരുത്തർക്ക് വീതിച്ച് ഒരട്ട അവിടെ ശേഷിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നിനക്കുമായി എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ സാരം. ഇങ്ങനെ പാക്കനാര് പറഞ്ഞത് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് പരമാർത്ഥം മനസ്സിലാവുകയും വെറുതെ നമ്പൂരിയെ ദുഷിച്ച് പാപം സമ്പാദിച്ചതിനെക്കുറിച്ച് പശ്ചാത്താപം ഉണ്ടാവുകയും ചെയ്തു. ഇതുകൊണ്ട് പാക്കനാർക്ക് പരലോക കാര്യങ്ങൾ കൂടി അറിയാമെന്ന് സ്പഷ്ടമാകുന്നു. പിന്നെ ഒരു ദിവസം പാക്കനാർ തൻ്റെ മാടത്തിലിരിക്കുമ്പോൾ അതിനടുത്തുള്ള വഴിയിലൂടെ ചില ബ്രാഹ്മണർ പോകുന്നത് കണ്ടു. പാക്കനാർ എണീറ്റ് ചെന്ന് വന്നിച്ച്, തമ്പുരാക്കന്മാർ എങ്ങോട്ടാണ് എഴുന്നള്ളത്ത് എന്ന് ചോദിച്ചു. ഞങ്ങൾ കാശിയിൽ ഗംഗാസ്നാനത്തിന് പോവുകയാണ് എന്നവർ പറഞ്ഞു. എന്നാൽ അടിയൻ ഒരു വടി കൂടി തന്നയക്കാം, അതുകൂടി ആ ഗംഗാ നദിയിൽ ഒന്ന് മുക്കിക്കൊണ്ടുവന്ന് തരാമെങ്കിൽ വലിയ ഉപകാരമായിരുന്നു എന്ന് പാക്കനാർ പറഞ്ഞു. ഓ, അതിനെന്ത് വിരോധം, എന്നാൽ ഇതെന്തിനായിട്ടാണെന്ന് കൂടി അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് അവർ ചോദിച്ചു. പാക്കനാർ പറഞ്ഞു, അതൊക്കെ തിരികെ എഴുന്നള്ളുമ്പോൾ അറിയിക്കാം. ഓ, എന്നാൽ അത് മതി എന്ന് പറഞ്ഞ് ബ്രാഹ്മണർ പാക്കനാരോട് ഒരു വടിയും വാങ്ങിക്കൊണ്ട് പോയി. അവർ കാശിയിലെത്തി ഗംഗയിൽ സ്നാനത്തിനായി ചെന്ന സമയം പറഞ്ഞിരുന്നത് പോലെ ആ വടി ഗംഗയിൽ മുക്കി. അപ്പോൾ വെള്ളത്തിനടിയിൽ നിന്നുകൊണ്ട് ഒരാൾ പിടിച്ചു വലിച്ചാൽ എന്ന പോലെ വടി വെള്ളത്തിനടിയിലേക്ക് താണുപോയി. അപ്പോൾ ബ്രാഹ്മണർക്ക് വളരെ വിഷാദമായി. കഷ്ടം, പാക്കനാരുടെ വടി പോയല്ലോ, ഇനി തിരിച്ചു ചെല്ലുമ്പോൾ അവനോട് എന്തു പറയുന്നു? ഉണ്ടായ പരമാർത്ഥം പറയാം, അല്ലാതെ നിവൃത്തിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും സ്നാനം കഴിച്ചു കയറി. പിന്നെ വിശ്വനാഥ ദർശനം മുതലായവയെല്ലാം കഴിച്ചു. അവർ പിന്നെയും പല പുണ്യസ്ഥലങ്ങളിൽ സഞ്ചരിക്കുകയും തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്യുകയും പല ദേവാലയങ്ങളിൽ ദർശനം കഴിക്കുകയും മറ്റും ചെയ്ത് തിരിച്ച് പാക്കനാരുടെ പടിക്കൽ വന്നു. ഉടനെ പാക്കനാർ എണീറ്റ് വന്നിച്ചിട്ട്, അടിയൻ്റെ വടി എവിടെ എന്ന് ചോദിച്ചു. വടി പൊയ്പോയല്ലോ പാക്കനാരെ. പാക്കനാർക്ക് മുഷിച്ചൽ തോന്നരുത്, ഞങ്ങൾക്ക് കൈമോശം വന്നു പോയതാണ് അവർ പറഞ്ഞു. ആട്ടെ, എവിടെയാണത് പോയത്? പാക്കനാർ ചോദിച്ചു. ഞങ്ങൾ കാശിയിലോളം ഭദ്രമായി സൂക്ഷിച്ചു കൊണ്ടുപോയി അവിടെ കൊണ്ടുചെന്ന് ഗംഗയിൽ മുക്കിയപ്പോൾ വെള്ളത്തിൽ താണു പോവുകയാണ് ഉണ്ടായത്. ഉടനെ പാക്കനാർ, ഗംഗയിലാണോ പോയത്? എന്നാൽ നിവൃത്തിയുണ്ട് എന്ന് പറഞ്ഞ് പാക്കനാരുടെ പടിക്കലുള്ള കുളത്തിൻ്റെ വക്കത്ത് ചെന്ന്, എൻ്റെ വടി ഇങ്ങോട്ട് കാണട്ടെ എന്ന് പറഞ്ഞു. ഉടനെ ആ കുളത്തിലെ വെള്ളത്തിൽ നിന്ന് വടി പൊങ്ങി വരികയും പാക്കനാർ എടുക്കുകയും ചെയ്തു. ഇത് കണ്ടപ്പോൾ ലോകത്തിൽ വെള്ളമായി കാണുന്നതെല്ലാം ഗംഗയാണെന്നും ഭക്തിയുള്ളവർക്ക് ഗംഗാസ്നാനത്തിന് കാശിയിൽ പോകണമെന്നില്ലെന്ന് തങ്ങളെ ബോധ്യപ്പെടുത്താനായിട്ടാണ് പാക്കനാർ വടി തന്നയച്ചതെന്നും ബ്രാഹ്മണർക്ക് മനസ്സിലായി. പിന്നെ പാക്കനാരുടെ മനഃശുദ്ധിയെയും ഭക്തിവിശ്വാസങ്ങളെയും ദിവ്യത്വങ്ങളെയും കുറിച്ച് ശ്ലാഘിക്കുകയും വിസ്മയിക്കുകയും തങ്ങളുടെ അന്ധതയെക്കുറിച്ച് ലജ്ജിക്കുകയും തന്നെത്താൻ നിന്ദിക്കുകയും ചെയ്തുകൊണ്ട് ബ്രാഹ്മണർ പോവുകയും ചെയ്തു. ബ്രാഹ്മണ കുലാഗ്രേസരനായ ആഴുവാഞ്ചേരി തമ്പ്രാക്കൾക്ക് തമ്പ്രാക്കൾ എന്നുള്ള പേര് സിദ്ധിച്ചത് ഈ പാക്കനാരിൽ നിന്നാണെന്ന് കേട്ടിട്ടുണ്ട്. തമ്പ്രാക്കൾ എവിടെയോ ഒരു രാജാവിൻ്റെ ഹിരണ്യഗർഭം കഴിഞ്ഞു കിട്ടിയ സ്വർണം കൊണ്ടുള്ള ഒരു പശുവിനെ ഭൃത്യന്മാരെ കൊണ്ട് കെട്ടിയടിപ്പിച്ച് കൊണ്ടുപോകുമ്പോൾ പാക്കനാർ കണ്ടു. ഉടനെ വഴിയിൽ ചെന്ന് തടുത്തുകൊണ്ട്, ചത്ത പശുവിൻ്റെ അവകാശം അടിയനാണ്, അതിനാൽ ഇതിനെ തന്നയക്കില്ല എന്ന് പറഞ്ഞു. തമ്പ്രാക്കൾ, ചത്തതല്ല, അത് ജീവനുള്ളതാണ്. പാക്കനാർ, എന്നാൽ കെട്ടിയെടുക്കണമെന്നില്ലല്ലോ, ജീവനുള്ളതാണെങ്കിൽ നടത്തിക്കൊണ്ടു പോകണം. ഉടനെ തമ്പ്രാക്കൾ പശുവിനെ അവിടെ നിർത്താൻ പറഞ്ഞു. ഭൃത്യന്മാർ താഴെ നിർത്തി. തണ്ടും കയറും അഴിച്ചെടുത്ത് മാറി നിന്നു. തമ്പ്രാക്കൾ കുറച്ച് പുല്ല് പറിച്ചെടുത്ത് കാട്ടി പശുവിനെ വിളിച്ചുകൊണ്ട് മുന്നേ നടന്നു. അദ്ദേഹത്തിൻ്റെ തപശക്തി കൊണ്ട് ആ പശു
അചേതന വസ്തുവായ സ്വർണമാണെങ്കിലും പിന്നാലെ നടന്നു ചെന്നു. അത് കണ്ടപ്പോൾ പാക്കനാർ ദൂരെ മാറി നിന്ന് തൊഴുതുകൊണ്ട്, എല്ലാ തമ്പ്രാക്കളും തമ്പ്രാക്കൾ, ആഴുവാഞ്ചേരി തമ്പ്രാക്കൾ തമ്പ്രാക്കൾ എന്ന് പറഞ്ഞു. അന്നു മുതൽക്കാണ് തമ്പ്രാക്കൾ എന്ന പേര് നടപ്പായത്. ഇപ്പോഴും എല്ലാവരും അങ്ങനെയാണല്ലോ പറഞ്ഞു വരുന്നത്. തമ്പുരാക്കൾ എന്നു പേരുള്ളത് പറയാൻ പറഞ്ഞപ്പോൾ തമ്പ്രാക്കൾ എന്നായതായിരിക്കാം. പാക്കനാര് പറഞ്ഞ ആ വാക്കിനെ എല്ലാവരും സ്വീകരിക്കുകയും ഏതത്കാല പര്യന്തം അങ്ങനെ തന്നെ പറഞ്ഞു വരികയും ചെയ്യുന്നത് കൊണ്ട് തന്നെ പാക്കനാർ സാമാന്യനല്ലെന്ന് തെളിവാകുന്നു. ഇങ്ങനെ ഈ മഹാത്മാരുടെ കഥകൾ അവസാനമില്ലാതെയുണ്ട്. മേൽപ്പറഞ്ഞ അഗ്നിഹോത്രി, നാറാണത്ത് ഭ്രാന്തൻ, അകവൂർ ചാത്തൻ, പെരുന്തച്ചൻ, പാക്കനാർ എന്നിവരെ പോലെ തന്നെ ശേഷമുള്ള വടുതല നായർ, കാരയ്ക്കലമ്മ, ഉപ്പുകൂറ്റൻ, തിരുവരങ്കയത്ത് പാണനാർ, വള്ളോൻ, രചകൻ എന്നിവരും ദിവ്യന്മാരാകിയാൽ പല അത്ഭുത കർമ്മങ്ങളും ചെയ്തിട്ടുണ്ടായിരിക്കണം. എങ്കിലും ഒടുവിൽ പറഞ്ഞ 6 പേരുടെയും കഥകൾ അത്ര പ്രസിദ്ധമായി ഒന്നും കേട്ടിട്ടില്ല. അഗ്നിഹോത്രി, രചകൻ, പെരുന്തച്ചൻ, വള്ളോൻ, പാണനാർ, പാക്കനാർ ഇവർ ഇന്നിന്ന ജാതിക്കാരാണെന്ന് അവരുടെ പേരുകൾ കൊണ്ടും ചരിത്രങ്ങൾ കൊണ്ടും സ്പഷ്ടമാകുന്നു. എന്നാൽ ശേഷമുള്ളവർ ഏതേത് ജാതിക്കാരാണെന്നറിയുന്നതിന് തക്കതായ ലക്ഷ്യമൊന്നും കാണുന്നുമില്ല. കാരയ്ക്കലമ്മ ക്ഷത്രിയ സ്ത്രീയും, നാറാണത്ത് ഭ്രാന്തൻ ഇളയതും, അകവൂർ ചാത്തൻ വൈശ്യനും, വടുതല നായർ ശൂദ്രനും, ഉപ്പുകുറ്റൻ മാപ്പിളയും ആണെന്ന് ചിലർ പറയുന്നു. ഇതൊരടിസ്ഥാനമില്ലാത്ത വാക്കായതിനാൽ വിശ്വസിക്കാമെന്ന് തോന്നുന്നില്ല. ഇപ്രകാരം തന്നെ വരരുചിയുടെ ചരിത്രത്തിലും ചില സംശയങ്ങളുണ്ട്. മലയാളത്തിൽ നടപ്പുള്ള വാക്യം പരൽപേര് മുതലായവയുടെ കർത്താവ് വരരുചി അല്ലെന്നും ഇദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള സൂത്രവാർത്തികങ്ങൾക്ക് വാക്യങ്ങളെന്ന് പറയാറുള്ളതിനാൽ ഇങ്ങനൊരു സംസാരം നടപ്പാകാനിടയായതാണെന്നും ചില വിദ്വാൻമാർക്ക് അഭിപ്രായമുണ്ട്. ഭാഷാ ചരിത്ര കർത്താവ് ഈ അഭിപ്രായം അറിഞ്ഞിട്ടുണ്ടെന്ന് തന്നെ തോന്നുന്നില്ല. പിന്നെ വരരുചി പറയിയായ ആ കന്യകയെ വിവാഹം ചെയ്തിരുന്നുവോ? ചെയ്തിരുന്നില്ലെങ്കിൽ വൈശ്യം കഴിക്കാൻ ആവശ്യപ്പെട്ടത് എന്തുകൊണ്ട്? വിവാഹം കഴിഞ്ഞിട്ടില്ലാത്തവർക്ക് വൈശ്യം പതിവുണ്ടോ? മുമ്പ് വിവാഹം കഴിഞ്ഞിരുന്നുവെങ്കിൽ പരദേശ ബ്രാഹ്മണർക്ക് രണ്ടാമതൊരു വിവാഹം കൂടി കഴിക്ക വിഹിതമാണോ? അങ്ങനെ നടപ്പുണ്ടോ? എന്നിങ്ങനെ ചില സംശയങ്ങളുമുണ്ട്. ഇവയെക്കുറിച്ചെല്ലാം നിശ്ചയവും അറിവുമുള്ള മഹാത്മാർ യുക്തിയുക്തമായി പ്രസ്താവിക്കുന്നതായാൽ അതൊരു പരോപകാരമായി തീരുന്നതാണ് എന്നാണ് ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണി പറയുന്നത്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കഥയുമായി നമുക്ക് നാളെ വീണ്ടും കാണാം.